ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് എന്ന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. വളരെ വിശേഷതയേറിയതും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു പുതിയ നിയമ പുസ്തകമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള 61ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, പുതിയ നിയമപ്രകാരം പുതിയ സൃഷ്ടിയായി മാറിയ ഒരു ദൈവ പൈതൽ, പാപമോചനം പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച, പാപമോചനം ലഭിച്ച ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി ലഭിച്ചൊരു ദൈവ പൈതൽ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമ ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനം വ്യക്തമായി ബോധ്യപ്പെടണം, മനസ്സിലാക്കണം. കാരണം ദൈവമക്കൾ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകും, ദുരുപദേശത്തിൻ്റെ സ്വാധീനത്തിൽ വീണു പോകും, വൈകാരിക ജഡീക അനുഭവങ്ങളുടെ ആ വലിയ മുഴക്കം ചുറ്റും കേൾക്കുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. തിരുവചനമില്ലാതെ പലതിലേക്കും മനുഷ്യർ ആകർഷിക്കപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവമക്കൾ ഉൾപ്പെടെയുള്ളവർ തെറ്റായ വഴികളിലേക്ക് തിരിയുന്ന ഈ ലോകത്തിൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ വിശ്വാസ ജീവിതം യഥാർത്ഥമായി കെട്ടി ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ശരിയായ പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. റോമലേഖനത്തിലെ വിഷയങ്ങൾ അപ്രകാരം വളരെ വളരെ അത്യാവശ്യമായ വിഷയങ്ങളാണ്. നാം ഇപ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ, വളരെയധികം തവണ ഈ വേദഭാഗങ്ങൾ നമ്മൾ പരാമർശിക്കും, ചിന്തിക്കും, പരിശോധിക്കും, പുനഃപരിശോധിക്കും. കാരണം അത്രമാത്രം ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യകത നീതീകരണം, ദൈവത്താലുള്ള നീതീകരണം, ഈ വിഷയത്തെ വ്യക്തമായി അവതരിപ്പിച്ച് എന്തുകൊണ്ട് നീതീകരണം വേണം. നാം ഒരുപോലെ പാപത്തിന് കീഴിലാണ്, യഹൂദന്മാരും പുറജാതികളും. ഒരു വിശേഷതയില്ല, എല്ലാ വായും അടഞ്ഞു, ന്യായീകരണമില്ല, തെളിവുകളെല്ലാം നമുക്കെതിരെ, എല്ലാവിധത്തിലും ഇതിൻ്റെ ക്രോപം മാത്രം ദൈവത്തിൻ്റെ ശിക്ഷാവിധി മാത്രം സ്വീകരിപ്പാൻ യോഗ്യരായി നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യ സമൂഹം തകർന്നടിഞ്ഞു, ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ്, പ്രതീക്ഷയില്ലാതെ, ഒരു വഴിയില്ലാതെ, രക്ഷയ്ക്കപ്പെടാൻ ഒരു മാർഗമില്ലാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന മാനവജനതയുടെ ചരിത്രം വിവരിച്ചത്. തുടർന്നാണ് 21ാമത്തെ വാക്യം മുതൽ പ്രത്യാശയുടെ ആ കിരണം, സ്ഫുരണം ഉയർന്നു വരുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങൾ മാത്രം ഇപ്പോൾ വായിക്കാം. റോമലേഖനം 3-ാം അധ്യായം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ വേദഭാഗങ്ങളിൽ നിന്ന് അനവധി സത്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവം മനുഷ്യർ നൽകുന്ന നീതീകരണത്തെക്കുറിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്: ദൈവനീതി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു എന്ന പ്രയോഗം കാണിച്ചിരിക്കുന്നു. 21ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വളരെയധികം സമ്പന്നമായ വാക്യങ്ങളാണിത്. ഈ 6 വാക്യങ്ങൾ 21 മുതൽ 26 വരെ അത് നമുക്ക് ദഹിക്കാൻ കഴിയുന്ന പാകത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വിഭാഗിക്കേണ്ടത് ആവശ്യമാണ്. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ മനസ്സിൽ ഇപ്പോഴും യഹൂദ ജനതയോട് സംസാരിക്കുകയാണ്, അവരോട് പരാമർശിച്ചുകൊണ്ട് ഇടപെടുകയാണ്. ന്യായപ്രമാണം എന്ന് ഉദ്ദേശിക്കുന്നത് മോശയുടെ പ്രമാണം, മോശയിലൂടെ വന്ന ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ഒരു പൊതുവായ തത്വം എന്നതുപോലെ പൗലോസ് പറയുകയാണ്, പ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നതാണ് ദൈവത്തിൻ്റെ നീതി. ഒരു പെരുമാറ്റച്ചട്ടമോ അച്ചടക്ക നിയമങ്ങൾക്കുമെല്ലാം അപ്പുറമായി ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരികയാണ്. ഇപ്പം കഴിഞ്ഞ വാക്യം 20ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം, ചട്ടവട്ടങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല.
അതാണ് വാസ്തവമെങ്കിൽ, അതാണ് അവസ്ഥയെങ്കിൽ രക്ഷയ്ക്കുള്ള അടിസ്ഥാനം ന്യായപ്രമാണം കൃത്യമായി കുറ്റമറ്റ രീതിയിൽ പാലിക്കുക എന്നുള്ളതല്ല. അതിന് സാധിക്കില്ല. പക്ഷെ അതുമല്ല മാർഗം. മനുഷ്യൻ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് പ്രമാണമല്ല എന്ന് സാരം. അതാണ് 20-ാം വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ലോകത്തിലുള്ള സകല മനുഷ്യരും, എല്ലാ വർഗത്തിലും വിഭാഗത്തിലും ജാതിയിലും ഭാഷയിലും സംസ്കാരത്തിലുള്ള സകല മനുഷ്യരും, അത് യഹൂദന്മാരാകട്ടെ പുറജാതികളാകട്ടെ, അധാർമികതയിൽ ജീവിക്കുന്നവരാകട്ടെ, ധാർമ്മികമായി തങ്ങൾ കൊള്ളാകുന്നവരാണെന്ന് ചിന്തിക്കുന്നവരാകട്ടെ, ഭക്തിയുള്ളവരാകട്ടെ ഭക്തി കെട്ടവരാകട്ടെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപികളാണ്, കുറ്റക്കാരാണ്, ന്യായീകരണത്തിനോ നീതീകരണത്തിനോ കഴിവില്ലാത്തവരാണ്. എല്ലാ വായും അടഞ്ഞ് ദൈവമുമ്പിൽ കുറ്റക്കാരായി കിടക്കുകയാണ്. ഈ ഭയാനകമായ നിസ്സഹായ കഷ്ടാവസ്ഥ, ദുരിതാവസ്ഥയാണ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-20 വരെ ദൈവാത്മാവ് വരച്ച് കാണിച്ചത്. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു സ്ഫുരണം പോലുമില്ല, പ്രത്യാശയുടെ ഒരു പ്രതീക്ഷയുമില്ല, ഇവിടെ നിന്ന് വീണ്ടെടുക്കപ്പെടുമെന്നുള്ള ഒരു ചിന്തയ്ക്കും അവകാശമില്ല. ആ തരത്തിൽ അടിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അവിടെയാണ് പൗലോസിലൂടെ ദൈവാത്മാവ് പറഞ്ഞത് ഇപ്പോഴോ. ബട്ട് നൗ എന്ന് ഇംഗ്ലീഷിൽ, എന്നാൽ ഇപ്പോഴോ. അവിടെ പെട്ടെന്ന് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്ന ചിന്തയാണ്, ഒരു സ്ഫോടനമാണ്. ദൈവം ഈ അവസ്ഥയിൽ മനുഷ്യകുലത്തിന് വേണ്ടി ഇടപെടുന്നു. ഇത്രമാത്രം തരം താഴ്ന്ന് നിസ്സഹായതയിൽ, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ, വെളിച്ചമില്ലാതെ, ഇരുട്ടത്ത് തകർന്നടിഞ്ഞു കിടക്കുന്ന മനുഷ്യചരിത്രത്തിലേക്ക് ദൈവം ഇടപെടുകയാണ്. ഇപ്പോഴോ എന്ന വാക്ക് 3 ആശയത്തോടു കൂടി കാണാൻ കഴിയും. 1, ഒരു പുതിയ വാദം ആരംഭിക്കുന്നു, ഒരു പുതിയ ചിന്തയുടെ ആരംഭം. 2, ഇപ്പോഴോ, വർത്തമാനകാലം, ഈ പറയുന്ന കാലം. പൗലോസ് ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു പുതിയ കാലം തുടങ്ങുകയാണ്. 3, ഒരു പുതിയ മാറ്റം, പുതിയൊരു മാറ്റത്തെ കാണിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കിൻ്റെ ഉപയോഗം നമുക്കൊന്ന് കേൾക്കാം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചെന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ പുതിയ കാലമാണ്, ക്രിസ്തീയ കാലമാണ്, ക്രിസ്തുവിൻ്റെ കാലമാണ്, കൃപയുടെ കാലമാണ്. ഇപ്പോൾ ഒരു പുതിയ കാലഘട്ടം. ഇപ്പോൾ നീണ്ട ഇരുണ്ട രാത്രി അവസാനിച്ച് ഒരു പുതിയ ഉദയം വരുന്നു. സൂര്യന് ഉദയം സംഭവിക്കുന്നു. പുതിയ ദിവസം ആരംഭിക്കുകയാണ്. ഇതാ ലോകം മുഴുവൻ പ്രകാശം പരക്കുന്നു. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയ വെളിച്ചം കണ്ടതുപോലെ ഇതൊരു പുതിയ വെളിപാടാണ്, പുതിയ അവതരണമാണ്. ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ക്രൂശിലും കേന്ദ്രീകരിക്കപ്പെട്ട പുതിയൊരു അനുഭവം, പുതിയൊരവസ്ഥ. ഇതിന് പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യം പറയുന്നുമുണ്ട്. അവർ മുൻകൂട്ടി പറഞ്ഞു ഈ സമയത്തെക്കുറിച്ച്. അതാണ് 21-ാം വാക്യത്തിൽ അത് പറഞ്ഞു പൗലോസ്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയും എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ്, ഇത് പെട്ടെന്നുണ്ടായൊരു ചിന്തയല്ല. അപ്പം ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും മുൻകൂട്ടി നിഴലായി, പ്രവചനങ്ങളായി, പല സംഭവങ്ങളായി, പല വ്യക്തികളിലൂടെ പരാമർശിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇതാ മനുഷ്യൻ്റെ സകല അനീതി നിറഞ്ഞ അവസ്ഥകൾക്കും സ്വാർത്ഥ പ്രേരിതമായ ജീവിതങ്ങൾക്കുമെതിരെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. മനുഷ്യൻ ദുഷ്ടരായി, സ്വയത്തിനു വേണ്ടി സ്വാർത്ഥ താല്പര്യരായി അനീതിയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സത്യം തടുക്കുന്ന അനീതി നിറഞ്ഞൊരവസ്ഥയുടെ നടുവിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. ദുഷ്ടത നിറഞ്ഞ പ്രവൃത്തികൾക്കെതിരെ ദൈവത്തിൻ്റെ ആ വലിയ ക്രോധം കൊണ്ടുവരുന്നൊരവസ്ഥ. അവിടെ ഇതാ ദൈവത്തിൻ്റെ കൃപ വിശ്വസിക്കുന്ന പാപികളായ മനുഷ്യരുടെ മേൽ ദൈവം കൃപ ചൊരിയുകയാണ്. ഒരു വശത്ത് ദുഷ്ടത കൊണ്ട് ദൈവക്രോധം കൊണ്ടുവരുന്ന അവസ്ഥ. 1:18, 2:5, 3:5. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും അത് തന്നെ പറഞ്ഞു, നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് കോപം ചരിതിച്ചു വയ്ക്കുന്നു. 3:5 പറഞ്ഞു, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടന്ന ദൈവം നീതിയില്ലാത്തവൻ.
ദൈവശിക്ഷ മാത്രം സ്വീകരിക്കാൻ യോഗ്യരായി കിടക്കുന്ന അവസരം നടുവിലേക്ക് ദൈവം കൃപ ചൊരിയുന്നു. ഈ പാപികളായ മനുഷ്യർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപ ചൊരിയുകയാണ്. ശിക്ഷാവിധിയും നാശവും മാത്രം ലഭിക്കേണ്ട ഒരു അന്തരീക്ഷത്തിൻ്റെ നടുവിൽ നീതീകരണത്തിൻ്റെ പ്രത്യാശ നൽകപ്പെടുന്നു. ഇപ്പം ഇവിടെ പൗലോസ് ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് വരച്ച് കാണിക്കുകയാണ്. അതിൻ്റെ വെളിപാടിനെക്കുറിച്ച് പറയുന്നു. അത് ക്രിസ്തുവിൻ്റെ ക്രൂസിൽ കേന്ദ്രീകൃതമാണ്. നീതീകരണത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ആ കെട്ടിടത്തിൽ യഥാർത്ഥമായി ഉറപ്പുള്ള അടിസ്ഥാനം ഇടണമെന്ന് നാം നേരത്തെ കേട്ടു. ആ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. 21 മുതൽ 26 വാക്യങ്ങളുടെ പ്രധാന വിഷയം അതാണ്. ഇപ്പോൾ ഈ വിഷയങ്ങൾ നമുക്ക് അല്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദഹിക്കാൻ കഴിയുന്ന തരത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇപ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത് ഈ 6 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂസിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമയാഗത്തിൽ വെളിപ്പെട്ട ദൈവനീതി നാം കണ്ടു. 6 വാക്യങ്ങൾ സമ്പന്നമാണ്, സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന വാക്യങ്ങളാണ്. റോമാലേഖനത്തിന് തന്നെ മർമ്മമാണ്, കേന്ദ്രമാണ്, ഹൃദയമാണ് ഈ 6 വാക്യങ്ങൾ. ദൈവം മുൻകൈ എടുക്കുകയാണ്. പാപികളായ മനുഷ്യർക്ക് തൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത അവകാശം കിട്ടുന്നതിന് ദൈവം മുൻകൈ എടുത്തു. നമുക്ക് അള്ളിപ്പിടിച്ച് കയറാൻ സാധിക്കില്ല. ദൈവത്തിൽ കയറി ചെന്ന് യോഗ്യനായി സ്വയം അവതരിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. അപ്രകാരം ദൈവസന്നിധിയിൽ നമുക്ക് കയറി ചെന്ന് നിൽക്കുവാൻ, യോഗ്യത കിട്ടുവാൻ ദൈവം മുൻകൈയെടുക്കുകയാണ്. ഇപ്പം ഇവിടെ ഇതാ 21 വാക്യത്തിൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടുതൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. ദൈവനീതി എന്നാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പെട്ടു വന്ന നീതി, വെളിപ്പെട്ടു വന്ന നീതി. റോമലേഖനം 1:17 ഈ അവസ്ഥ വിവരിക്കുമ്പോൾ അവിടെയും കാണുന്നു ദൈവനീതി വിശ്വാസം എഴുതുവാൻ വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. ഗ്രീക്കിൽ 2 വാക്കുകളാണ്. ഒന്ന് റിവീൽഡ്, മറ്റ് മേഡ് നോൺ. പ്രത്യക്ഷമാക്കി, വെളിപ്പെടുത്തി. അത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഒരു പുതിയ അവസ്ഥയാണ്, ഒരു പുതുമയാണ്. നേരത്തെ ഉള്ളത് പരിഷ്കരിക്കുകയല്ല, ഒരു പുതുമയാണ്. വെളിപ്പെട്ടു, പ്രത്യക്ഷമാക്കി. അപ്പോൾ അത് ഒന്ന് സുവിശേഷത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു 1:17. 3:21 ന്യായപ്രമാണവും പ്രവാചകന്മാരും കൂടാതെ വെളിപ്പെട്ടു. അല്ലെങ്കിൽ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു എന്ന് 21. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പം 1:17 3:21 അല്പനേരം ഒരുമിച്ച് ചിന്തിക്കണം. 1:17 3:21 രണ്ടും പരാമർശിക്കുന്നത് എന്താണ്? 2 വേദഭാഗവും. ഒന്നിൽ വെളിപ്പെട്ടു വന്നു, മറ്റൊന്ന് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. രണ്ടും പറയുന്നത് ഇത് പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ്. കാരണം 1 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളുടെ പിൻബലമുണ്ട്. 21 വാക്യത്തിലും അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് 22 കാണാം. അപ്പം പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം, പിൻബലം ഈ വിഷയത്തിൻ്റെ മേലുണ്ട്. അത് തെളിയിക്കുന്നത് എന്താണ്? ഈ നീതീകരണം, മനുഷ്യനെ ദൈവം നീതീകരിക്കുക എന്ന് പറയുന്ന വിഷയം ദൈവം പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല, ദൈവത്തിൻ്റെ പിന്നാലോചനയല്ല, വീണ്ടും വിചാരത്താൽ ദൈവം പിന്നീടെടുത്തൊരു തീരുമാനമല്ല, ഒരു ആഫ്റ്റർ തോട്ട് അല്ല. ഇത് തിരുവെഴുത്തുകളുടെ വിഷയമാണ്. ആരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിന് തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ള പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 2 വേദഭാഗവും 1:17 3:21 പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ നീതി, ദൈവം മനുഷ്യന് നൽകാൻ പോകുന്ന നീതി ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹബക്കുക്കിൽ കാണുന്ന വാക്യം പുതിയ നിയമത്തിൽ പലയിടത്തും കാണാം. വിശ്വാസത്താലാണ് നീതി അനുഭവിക്കാൻ കഴിയുന്നതെന്ന് ഈ 2 വാക്യങ്ങളും പറയുന്നു. ഇതിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ക്രിയാപദങ്ങളുടെ കാലഭേദം കുറിക്കുന്ന വാക്കുണ്ട്. ടെൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓരോ ക്രിയാപദങ്ങളുടെ കാലഭേദം കുറിക്കുന്ന വാക്ക്, അതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം 3 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ അത് വെളിപ്പെട്ടു വന്ന നീതി, അത് പൂർണ്ണമായ ഒരു കാലത്തെ, ഒരു ക്രിയയെ കാണിക്കുകയാണ്. അത് ഒരു ചരിത്ര സംഭവത്തെ,
അതിൻ്റെ അനന്തര ഫലത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് ചരിത്ര സംഭവം? ദൈവനീതി വെളിപ്പെടുത്തിയ ചരിത്ര സംഭവം ക്രിസ്തുവിൻ്റെ ക്രൂസ്. ക്രിസ്തുവിൻ്റെ ക്രൂസിലാണ് ഈ നീതി വെളിപ്പെട്ടത്, അഥവാ കൃപ വെളിപ്പെട്ടത്. അതേസമയത്ത് 1:17 സുവിശേഷത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നു. അതായത് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അത് ആരെല്ലാം വിശ്വസിക്കുകയും ചെയ്യുകയോ അവർക്കെല്ലാം ഈ നീതിയുടേക്ക് ബന്ധം കിട്ടും, നീതിയിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥ മാത്രം, അതൊരു ഗ്രമാറ്റിക്കൽ വ്യാകരണ സംബന്ധമായൊരു വ്യത്യാസം മാത്രമാണ്. ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നു 3:21. 1:17 സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീതി എന്ന വിഷയം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണതയുള്ള വ്യക്തി, യഥാർത്ഥ വ്യക്തി, പരമമായ നീതിയുള്ള വ്യക്തി എന്നർത്ഥമാണ്. പക്ഷെ മനുഷ്യനോട് ബന്ധപ്പെടുത്തി ദൈവം മനുഷ്യനെ നീതീകരിക്കുന്ന വിഷയം പറയുമ്പോൾ അവിടുത്തെ അർത്ഥം എന്താണ്? ദൈവമുമ്പിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ നിൽക്കുവാനുള്ള യോഗ്യത, ദൈവമുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത, മനുഷ്യരുടെ ബന്ധത്തിൽ. നീതി എന്ന വാക്ക് ദൈവത്തോട് ചേർത്ത് ചിന്തിച്ചാൽ ദൈവം നീതിമാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ളവൻ, കുറവില്ലാത്തവൻ, ശരിയായിട്ടുള്ളവൻ, നേരുള്ളവൻ എന്നർത്ഥമാണ്. ഇപ്പോൾ ദൈവം മനുഷ്യനെ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമുമ്പിൽ ഒരു വ്യക്തിക്ക് കയറിച്ച് നിൽക്കാൻ ലഭിക്കുന്ന അനുഗ്രഹം. ഇപ്പോൾ ദൈവനീതി അത് ദൈവത്തിൻ്റെ നീതിയോട്, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പ്രധാനമായിട്ടും പൗലോസ് ചിന്തിക്കുന്നത് നീതികെട്ട മനുഷ്യൻ, അനീതി മാത്രമുള്ള മനുഷ്യനെ ദൈവം മുമ്പിൽ നിർത്തുന്നതിന്, യോഗ്യനായി നിർത്തുന്നതിന് ദൈവം ഒരുക്കിയ സംവിധാനം എന്താണ്? ദൈവത്തിന് മുമ്പ് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഈ ദൈവം മനുഷ്യനെ നീതീകരിക്കാനുള്ള ഈ പദ്ധതി ഒരുക്കിയില്ലായിരുന്നു. വളരെ ശ്രദ്ധിക്കുക, ഏകാഗ്രമായി ശ്രദ്ധിക്കുക. അനീതിയിൽ ജീവിക്കുന്ന, ദുഷ്ടതയിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യന് ദൈവം കയറി ചെല്ലാൻ പറ്റില്ല. പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പഴയകാലത്ത് യാഗം അർപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. അവൻ ദുഷ്ടനാണ്, പാപിയാണ്, അനീതിയുള്ളവനാണ്. ദൈവം കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷേ മനുഷ്യനെ ദൈവം തൻ്റെ മുമ്പിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. താൻ അംഗീകരിക്കുന്ന നിലയിൽ മനുഷ്യനെ തൻ്റെ മുമ്പിൽ യോഗ്യനായി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ഒരുക്കിയ സംവിധാനമാണിത്. മനുഷ്യനെ നീതീകരിക്കുക, മനുഷ്യ നീതി. കാരണം 1:17 ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടു. കാരണം ആ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് സുവിശേഷമാണ് ദൈവത്തിൻ്റെ നിത്യപദ്ധതി. ദൈവത്തിൻ്റെ സുവിശേഷത്തിലൂടെ പാപിയായി കിടക്കുന്ന, ദൂരസ്ഥരായി കിടക്കുന്ന, ആത്മീയമായി മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ദൈവമുമ്പിൽ തിരികെ കൊണ്ടുവന്ന് നിർത്തുക. അതാണ് സുവിശേഷം. കർത്താവ് യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം, ക്രിസ്തു തന്നെയായ സുവിശേഷം. ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പിലൂടെ നേടുന്ന നേട്ടമാണിത്. മനുഷ്യർ ദൈവത്തിന് മുമ്പിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ എല്ലാവർക്കും ദൈവം നിൽക്കാം. ഈ സുവിശേഷം അനുസരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവം നിൽക്കാൻ പറ്റില്ല. അയാൾ ഭൂമിയെ വലിയ പാട്ടുകൾ പാടും, ആത്മീയ ഗീതങ്ങൾ പാടും, വലിയ ആരാധന നടത്തും, വെള്ളയും ധരിച്ചുകൊണ്ട് അഭ്യാസപ്രകടനങ്ങൾ നടത്തും. പക്ഷെ അവർ ദൈവം മുമ്പിലല്ല. സുവിശേഷം അനുസരിക്കാത്ത, സുവിശേഷപ്രകാരം വീണ്ടെടുക്കപ്പെടാത്ത, ദൈവാത്മാവിനെ ദാനമായി ലഭിച്ചിട്ടില്ലാത്ത ഒരാളും നിൽക്കുന്നത് ദൈവം മുമ്പിലല്ല. ചിന്തിച്ചിട്ടുണ്ടോ അതെപ്പോഴെങ്കിലും? നമ്മളിവിടെ പ്രകടനത്തെ നോക്കും, വേഷത്തെ നോക്കും. വലിയ പാട്ടാണ്, എന്തൊരു ആനന്ദമാണ് ആ പാട്ട് കേൾക്കാൻ. പക്ഷെ വ്യക്തി ഇന്ന് പാടുന്ന ദൈവം മുമ്പിലല്ല. സുവിശേഷം അനുസരിച്ചിട്ടില്ല, സുവിശേഷത്തിൽ വിശ്വാസവുമില്ല. യേശു യേശു എന്ന് പറഞ്ഞ് പാടുന്നു, കണ്ണുനീരോടെ പാടുന്നു. വചനവിരുദ്ധമായ പല ഭക്തന്മാരെയും പുണ്യവാളന്മാരെയൊക്കെ ഉയർത്തി പാടുകയാണ്. ആ വ്യക്തി ദൈവം മുമ്പിലല്ല. യേശു അവരോട് പറയും, നിങ്ങളതിനെ അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ മുമ്പിൽ നിന്നെങ്കിലല്ലേ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റൂ. ഉപദേശത്തിൽ നിൽക്കാത്ത ഒരാൾ ദൈവം മുമ്പിലല്ല. യഥാർത്ഥത്തിൽ ദൈവം മുമ്പിൽ നിൽക്കാൻ അനുഗ്രഹം കിട്ടുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിക്കുന്നവർ മാത്രമാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇത് പലപ്പോഴും അറിയാറില്ല. നമുക്ക് പ്രിയപ്പെട്ടവരാകാം, ചാർച്ചക്കാരാകാം, വേണ്ടപ്പെട്ടവരാകാം, പണ്ട് നമ്മളെ സഹായിച്ചവരാകാം. ഇതൊക്കെയാണ് നമ്മൾ വയ്ക്കുന്ന ന്യായീകരണം. ഇല്ല, നമ്മൾ അവരുടെ കൂട്ടത്തിൽ നാശത്തിലേക്ക് പോകും. വചനപ്രകാരം നമ്മൾ തീരുമാനിച്ചില്ല എങ്കിൽ, കാര്യമായ കാഴ്ചപ്പാടുകളില്ല എങ്കിൽ. ഇപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ദൈവം മനുഷ്യത്തെ മുമ്പിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല, അള്ളിപ്പിടിച്ച് കയറാൻ പറ്റില്ല. അതിന് ദൈവം വച്ചിരിക്കുന്ന സംവിധാനമാണിത്, കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ എങ്ങനെയാണ് ദൈവം കയറി ചെന്ന് നിൽക്കാൻ പറ്റുന്നത്? അതാണ് സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്ന മനുഷ്യൻ. അതിൻ്റെ മുൻകൈ എടുത്തത് ആരാണ്? ദൈവമാണ്. ദൈവമാണ് മകനെ തേടി ഇറക്കി വന്നത്.
ദൈവമാണ് മുൻകൈ എടുത്തത്. ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുവാണിത്. അല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള സ്വഭാവം മറക്കരുത്. മനുഷ്യരെ ദൈവം നീതീകരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഇത് രണ്ടും വേർതിരിക്കാൻ പറ്റില്ല. ദൈവം നീതിമാനായത്. അതിൻ്റെ 25-26 വാക്യത്തിൽ ആ വിഷയത്തെ പിന്നീട് പൗലോസ് പരാമർശിക്കും. ഇതിൻ്റെ നീതിമാനായ അവസ്ഥ. കാരണം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ശ്രദ്ധിക്കുക, തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ദൈവത്തിൻ്റെ നീതി എന്നുള്ള സ്വഭാവമായി വേർതിരിക്കാൻ പറ്റില്ല. ദൈവം മനുഷ്യരെ നീതീകരിക്കുന്നു എന്ന ശുശ്രൂഷയിൽ രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്, രണ്ടും ഒരുമിച്ച് നിൽക്കുകയാണ്. ദൈവമാണ് മുൻകൈ എടുത്തത്. ദൈവത്തിന് മാത്രമേ മുൻകൈ എടുക്കാൻ പറ്റൂ. രക്ഷിതാവ് ദൈവം മാത്രമാണ്. രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തോടാണ് സകല പാപവും. ദാവീദ് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദൈവം മുൻകൈ എടുത്തു, ക്ഷമിച്ചു തന്നു. പകരമായി താൻ നീതിമാനായ ന്യായാധിപനായതുകൊണ്ട് മനുഷ്യർ ചെയ്ത പാപത്തിൻ്റെ പകരമായി ശിക്ഷ ഒരാൾ അനുഭവിച്ചേ പറ്റൂ. പണ്ടത് മൃഗങ്ങളായിരുന്നു, ഇന്ന് തൻ്റെ പുത്രനെ അനുഭവിച്ചു. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴുക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ നീതീകരിച്ചത്. അപ്പോൾ ആ യേശുവിനെ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കും. താൻ നീതിമാനാണെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ നീതിമാനായ ദൈവം അനീതി നിറഞ്ഞ മനുഷ്യജീവിതത്തെ നീതീകരിച്ചതിൻ്റെ മുമ്പിൽ നിർത്താൻ ഒരുക്കിയ പദ്ധതി, അതാണ് സുവിശേഷം, അതാണ് യേശുക്രിസ്തു. പണ്ടത്തെ കാലത്ത് മനുഷ്യർ അറിയില്ലായിരുന്നു എങ്ങനെയാണ് ദുഷ്ടതയും അനീതി നിറഞ്ഞ മനുഷ്യന് ദൈവം കയറിച്ച് നിൽക്കാൻ പറ്റുന്നത്. അതിന്ന് വെളിപ്പെട്ടു, പ്രത്യക്ഷമാക്കി, ദൈവം ദൃശ്യമാക്കി കാണിച്ചു തന്നു. അത് കർത്താവ് യേശു, എൻ്റെ പുത്രൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ദൈവം പറയുന്നു, എൻ്റെ പുത്രനെ വിശ്വസിക്കുക. കർത്താവ് യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മാറി. നിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് നിൻ്റെ സ്ഥാനത്ത് ക്രൂശിൽ യാഗമായി മാറി. നീ ഇത് വിശ്വസിക്കുക. ആ ദൈവപുത്രനായ ക്രിസ്തു നിന്നോട് കൽപ്പിച്ച കൽപ്പന അനുസരിക്കുക. വിശ്വാസത്തിൽ അനുസരണമുണ്ട്. അനുസരിക്കുക, വീണ്ടും ജന്മം പ്രാപിക്കുക. നിനക്കെൻ്റെ മുമ്പിൽ നിൽക്കാം. നിനക്കെൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുക്കും. ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടും. നീ എൻ്റെ മുമ്പിൽ നിൽക്കും. നിന്നെ ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ധരിപ്പിക്കും. ക്രിസ്തുവിനെ ധരിച്ച് നീ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വളരെ സമ്പന്നമായ വേദഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെയധികം തവണ ചിന്തിച്ചാലും അതിൻ്റെ ആഴം കണ്ടെത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മളിന്ന് ചിന്തിച്ചതുപോലെ മനസ്സിലാക്കുക, നീതീകരണം. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഏതവസ്ഥയിൽ നമ്മൾ കിടന്നത്? അവിടുന്ന് എവിടേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത് എന്നെപ്പോഴും മനസ്സിലാക്കുക. ഇത് കൃപയാലാണ്. ഇപ്പോഴോ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. ഇരുണ്ട ചിത്രം, നിസ്സഹായതയുടെയും നിരാശയുടെയും ചിത്രം. തലപൊക്കാൻ കഴിയില്ല. ഒരുപോലെ പാപത്തിൻ കീഴിൽ എല്ലാ വായും അടഞ്ഞു. ദൈവശിക്ഷ മാത്രം സ്വീകരിക്കുവാൻ യോഗ്യരായി. അങ്ങനെ കിടന്ന് നമ്മളിലേക്ക് ദൈവം കൈവിട്ടില്ല. ദൈവം ഇറങ്ങി വന്നു നമ്മുടെ ഈ അവസ്ഥയിലേക്ക്. നമ്മുടെ പാപത്തിൻ്റെ ചുമട്, ഭാണ്ഡം, അടി, ശിക്ഷ താനേറ്റെടുത്തു. നമ്മളിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണോ? ഒരിക്കലുമല്ല. ദൈവം നീതിമാനും സ്നേഹവാനുമായതുകൊണ്ട്. പക്ഷെ നാം എന്ത് ചെയ്യണം? ഇത്രയും ചെയ്ത് ദൈവത്തെ വിശ്വസിക്കണം, സ്നേഹിക്കണം, ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കണം. ദൈവത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടാക്കി ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് ബന്ധുക്കൾ, ചാർച്ചക്കാരായിട്ടുള്ളവർ രക്ഷിക്കപ്പെടാതെ നാശത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം അവരെ അറിയിക്കുക. അവർ രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ നമ്മൾ അറിയിക്കുക നമ്മുടെ കടമയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.